ജയ് മോഹൻജി. വിശുദ്ധിയുടെ ശക്തി വായന തുടരുന്നു. പരിശുദ്ധിയുടെ ശക്തി ധ്യാനം. ഓരോ പരിശുദ്ധിയുടെ ശക്തി ധ്യാനത്തിലും ആന്തരിക ശുദ്ധീകരണം സംഭവിക്കുന്നു. എന്നാൽ നിങ്ങൾ വീണ്ടും പുറത്തുള്ള ലോകത്തിലേക്ക് കടക്കുന്നതോടെ മലിനീകരണം സംഭവിക്കുന്നു. ഞങ്ങളുടെ ധ്യാനങ്ങളിൽ നേടുന്ന ശുദ്ധീകരണം നിലനിർത്തണമെങ്കിൽ ഓരോ ചിന്തയെയും വാക്കിനെയും പ്രവൃത്തിയെയും കുറിച്ച് ബോധവാനാകണം. നിങ്ങൾ അകത്തേക്ക് കഴിക്കുന്നത് എന്തും നിർമ്മലമായിരിക്കണം. നിർമ്മലം എന്നാൽ എന്താണ്? സ്വാർത്ഥപരമല്ലാത്ത ഒന്ന്, നിസ്വാർത്ഥമായ ഒന്ന്. ഒരു അനുഷ്ഠാനം കൊണ്ടും ആ നൈർമല്യം ഉണ്ടാക്കുവാൻ കഴിയുകയില്ല. നിസ്വാർത്ഥമായ പ്രവൃത്തികൾ മനുഷ്യനെ ഏറ്റവും ഉന്നതാവസ്ഥയിലേക്ക് ഉയർത്തുന്നു. ഓരോ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലുമുള്ള മനസ്സാന്നിധ്യത്തിന് കർമ്മത്തെ ഉന്മൂലനം ചെയ്യാനുള്ള കഴിവുണ്ട്. അതിന് നിങ്ങളെ മോചിപ്പിക്കുവാനുള്ള കഴിവുണ്ട്. അനുഷ്ഠാനങ്ങൾ നിങ്ങളെ ബന്ധിക്കുന്നു. അനുഷ്ഠാനങ്ങൾ തുടക്കത്തിൽ അനുഭവ അധിഷ്ഠിതമായിരിക്കും, എന്നാൽ താമസിക്കാതെ പതിവുകളായി തീരും. നിങ്ങൾ ഒരു അനുഷ്ഠാനം തുടങ്ങുകയും അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. പിന്നീട് അതൊരു ശീലമായി തീരുമ്പോൾ നിങ്ങൾക്ക് അതുകൂടാതെ ജീവിക്കുവാൻ കഴിയാതാകുന്നു. അങ്ങനെ അത് നിങ്ങളെ ബന്ധിക്കുന്നു. ഏത് ശീലവും എത്ര നല്ലതായാലും ചീത്തയായാലും ഒരു ശീലം തന്നെയാണ്. അതോടുവിൽ നിങ്ങളെ ബന്ധിക്കുന്നു. നിങ്ങൾ ബന്ധിതനാകുമ്പോൾ എങ്ങനെയാണ് വിമോചനം സാധ്യമാവുക? ചിന്തയുടെയും വാക്കിൻ്റെയും പ്രവൃത്തിയുടെയും പരിശുദ്ധി മനുഷ്യനെ എല്ലാത്തിൽ നിന്നും സ്വതന്ത്രനാക്കുന്നു. അത് അയാളുടെ നിലനിൽപ്പിനെ ബലപ്പെടുത്തുന്നു. പരിശുദ്ധി ശക്തിയാണ്. പരിശുദ്ധി സത്യമാണ്. സത്യം പരിശുദ്ധമാണ്. സത്യവും പരിശുദ്ധിയും കൊണ്ട് പ്രപഞ്ചം ഒന്നാകെ പ്രതിധ്വനിക്കുന്നു. നാം സത്യസന്ധമായി ജീവിക്കുമ്പോൾ പരിശുദ്ധി സംഭവിക്കുന്നു. ഓരോ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും സ്ഥിരമായി പരിശുദ്ധി പ്രദർശിപ്പിച്ചുകൊണ്ട് പരിശുദ്ധമായ ഒരു ജീവിതം നയിക്കുമ്പോൾ നാം നമ്മെ പരമോന്നതമായ ബോധതലത്തിലേക്ക് ഉയർത്തുന്നു. പരിശുദ്ധിയുടെ ലോകത്തിൽ തടസ്സങ്ങളില്ല. പരിശുദ്ധിയിൽ പരമമായ ശക്തിയുണ്ട്. പരിശുദ്ധിയുടെ ശക്തി പ്രകടമാണ്. പരിശുദ്ധിയുടെ ശക്തി പല തലങ്ങളിലും ഭാരം അകറ്റുന്നു. പരിശുദ്ധിയുടെ ശക്തി മോചിപ്പിക്കുന്നു. പരിശുദ്ധിയുടെ ശക്തി നിത്യജീവിതത്തിലെ ചാഞ്ചാട്ടങ്ങളിൽ നിന്നും ആഘാതങ്ങളിൽ നിന്നും പ്രതിരോധിക്കുന്നു. പരിശുദ്ധിയുടെ ശക്തി പ്രസരിക്കുന്നു. പരിശുദ്ധി അധികാരപ്പെടുത്തുന്നു. പരിശുദ്ധി സുദൃഢമാക്കുന്നു. പരിശുദ്ധി മോചിപ്പിക്കുന്നു. അത് ജീവിതത്തിലേക്ക് കൃതജ്ഞത കൊണ്ടുവരുന്നു. അത് അലഞ്ഞു തിരിയുന്ന മനസ്സിനെ കീഴടക്കി ചിന്താരഹിതമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. അത് എല്ലാ സംശയങ്ങളെയും ശമിപ്പിക്കുന്നു. അത് സംതൃപ്താവസ്ഥ ഉണ്ടാക്കുന്നു. അത് സ്ഥിരതയുണ്ടാക്കുന്നു. അത് നമ്മുടെ ജീവിതത്തെ മഹത്തായ ഒരു അനുഭവമാക്കി തീർക്കുന്നു. അത് നമ്മുടെ ജീവിതത്തെ ചൈതന്യപൂർണ്ണമാക്കുന്നു. അത് ലക്ഷ്യമുണ്ടാക്കുന്നു. അത് ജീവിതത്തെ വിശ്വാസവും പ്രത്യാശയും കൊണ്ട് നിറയ്ക്കുന്നു. അത് നമ്മെ ഏറ്റവും ഉയർന്ന ബോധവുമായി ബന്ധപ്പെടുത്തുന്നു. പരിശുദ്ധിയുടെ ശക്തി അളക്കാൻ കഴിയാത്തതാണ്. അത് പരമാത്മാവിൻ്റെ പ്രകൃതിയാണ്. 360 ഡിഗ്രി അവബോധം. വിമോചനം നേടുമ്പോൾ നാം നമ്മുടെ പരിമിതമായ ഇന്ദ്രിയജ്ഞാനങ്ങളിൽ നിന്ന് പരിധിയില്ലാത്ത അവബോധത്തിലേക്ക് മാറുന്നു. ഒരു ആയോധന കലാകാരൻ തൻ്റെ ദേഹം മുഴുവൻ കണ്ണുകളായി മാറുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഇത്. നമ്മുടെ ചുറ്റും ഉള്ളതിനെക്കുറിച്ചെല്ലാം നമുക്ക് ബോധമുണ്ടായിരിക്കണം എന്നാണ് ഇതിന് അർത്ഥം. ഏകാഗ്രതയും അവബോധവുമാണ് ഇത്. സാധാരണയായി നമ്മുടെ എല്ലാം കാഴ്ച 120 ഡിഗ്രിയിൽ പരിമിതമാണ്. ചുറ്റും ഉള്ളതിൽ ബാക്കി 240 ഡിഗ്രി നാം കാണുന്നില്ല. ഈ 240 ഡിഗ്രി അവിടെ തന്നെയുണ്ട്, പക്ഷെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. ഇത് നമ്മുടെ പരിമിതി മൂലമാണ്. ഇന്ദ്രിയങ്ങളുടെ അതിരു ലംഘിച്ച് നമ്മുടെ ബോധതലം ചുറ്റും വ്യാപിക്കുമ്പോൾ നാം നമ്മുടെ നട്ടെല്ലിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചവരായി തീരുന്നു. നാം പൂർണ്ണമായും സമതുലിതരായി തീരുന്നു. അപ്പോൾ നാം നമ്മുടെ ഉയർന്ന അവബോധ തലത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കും. അതിൻ്റെ ഫലമോ? ആകാംക്ഷയില്ല, ഭയമില്ല, കുറ്റബോധമില്ല. സാക്ഷിഭാവമുണ്ട്, നിരുപാധികമായ സ്നേഹമുണ്ട്, സഹാനുഭൂതിയുണ്ട്, പൂർണ്ണമായ സമചിത്തതയുണ്ട്. കേന്ദ്രീകൃതമാവുക എന്നത് വലിയ ഒരു മാറ്റമാണ്. അതാണ് 360 ഡിഗ്രി അവബോധത്തിൻ്റെ പ്രാധാന്യം. നാം താനേ ശക്തി ചൈതന്യം ശിവനുമായി തലയുടെ മുകൾ ഭാഗത്തുള്ള സഹസ്രാരത്തിൽ സമ്മേളിക്കുന്ന ആ തലത്തിലേക്ക് എത്തിച്ചേരുന്നു. ആ തലത്തിൽ എത്തുവാൻ വേണ്ടിയുള്ള നമ്മുടെ പരിശീലനം അനായാസമായി ആ തലത്തിലേക്ക് മാറുവാൻ നമ്മെ സഹായിക്കും. അതിരുകൾ ഇല്ലാതാകും. ഞങ്ങളുടെ 360 ഡിഗ്രി ധ്യാനം www.mohanji.org നിന്ന് സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആ ധ്യാനം നിങ്ങൾക്ക് യോജിച്ചതല്ലെങ്കിൽ നിങ്ങളുടേതായ മറ്റൊരു രീതി തിരഞ്ഞെടുക്കാം. അതിന് തടസ്സമൊന്നും ഇല്ല. ധ്യാനത്തിൻ്റെ വിരേചനപരമായ ഫലം. ചോദ്യം:
ഒരാൾ ധ്യാനിക്കുകയോ ഒരു സദ്ഗുരുവുമായി സമ്പർക്കം പുലർത്തുകയോ ചെയ്യുമ്പോൾ ചില കർമ്മങ്ങൾ ദഹിപ്പിക്കപ്പെടുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിശ്ചിതമായ ചില ലക്ഷ്യങ്ങളോടു കൂടിയാണ് ഒരാൾ ജനിക്കുന്നത്. നമ്മുടെ ജീവാത്മാവും സൂത്രാത്മാവും മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ്. എൻ്റെ ചോദ്യം ഇതാണ്: സൂത്രാത്മാവിൻ്റെയും കർമ്മപദ്ധതി പുനഃക്രമീകരിക്കപ്പെടുമോ? അതോ ഒരാൾ ധ്യാനത്തിലൂടെ ആത്മീയ യാത്ര തുടങ്ങുകയാണെങ്കിൽ അതും മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണോ? എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചതായിരിക്കുമ്പോൾ തന്നെ പരബ്രഹ്മത്തിലേക്കുള്ള യാത്രയുടെ വേഗം കൂട്ടുവാൻ ധ്യാനത്തിന് കഴിയുമോ? ഉത്തരം: നിരന്തരം ധ്യാനം പരിശീലിക്കുമ്പോൾ സ്വാഭാവികമായി ഒഴുകി നടക്കുന്ന മനസ്സ് നിങ്ങളുടെ സ്വത്വത്തിലേക്ക് തിരിച്ചെത്തുന്നു. അല്ലാത്ത പക്ഷം മനസ്സ് ഇന്ദ്രിയങ്ങളുമായി കൂട്ടുചേർന്ന് പ്രപഞ്ചത്തിൽ മുഴുവൻ അലഞ്ഞു തിരിയുന്നു. മനസ്സ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ദ്രിയങ്ങളും ഉപയോഗപ്രദമാവുകയുള്ളൂ. ധ്യാനത്തിന് ഒരു വിരേചന ഫലമുണ്ട്. മനസ്സ് നിശ്ചലമാകുമ്പോൾ വാസനകളും നിശ്ചലമാകുന്നു, ചിന്തകളും നിശ്ചലമാകുന്നു. ഇത് താൽക്കാലികമായിട്ടെങ്കിലും പ്രാരബ്ധത്തിൻ്റെ സമ്മർദ്ദം ശമിപ്പിക്കുന്നു. കർമ്മങ്ങൾ അവയെ നാം സ്വരൂപിച്ചതുപോലെ തന്നെ തക്കതായ പ്രവൃത്തികളിലൂടെ ചെയ്തു തീർക്കേണ്ടതുണ്ട് എന്ന് സാമാന്യമായി പറയാം. മഹാഗുരുക്കന്മാർക്ക് കാരണകോശത്തിൽ നിന്ന് കർമ്മങ്ങളുടെ ഏതാനും വിത്തുകളെ ദഹിപ്പിച്ചു കളയുവാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ ഗുരുവിന് ശിഷ്യൻ്റെ ഭൂതവും വർത്തമാനവും ഭാവിയും കാണാൻ കഴിയും. ഇതിന് ശിഷ്യന് ഗുരുവിൽ ദൃഢമായ വിശ്വാസമുണ്ടായിരിക്കണം. തന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയും വേണം. മന്ത്രജപവും നിസ്വാർത്ഥ സേവനവും കർമ്മത്തെ കുറയ്ക്കുന്നു. ഗുരുക്കന്മാർ തങ്ങളുടെ ശിഷ്യന്മാരെ മനസാന്നിധ്യം പാലിക്കുവാനും ജീവിതത്തെ വരുംപോലെ സ്വീകരിക്കാനും പരിശീലിപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ആ അനുഭവങ്ങളെ അറിഞ്ഞോ അറിയാതെയോ ആ ശിഷ്യന്മാർ സ്വീകരിച്ചതാണ്. വികാരങ്ങൾ ചിന്തയോടോ വാക്കിനോടോ പ്രവൃത്തിയോടോ ചേരുമ്പോൾ കർമ്മം ഉണ്ടാകുന്നു. വികാരമാണ് പൊതുഘടകം. ഒരു ചിന്തയെയോ വാക്കിനെയോ പ്രവൃത്തിയെയോ ഉപബോധ മനസ്സിലേക്ക് ഒട്ടിക്കുന്ന പശയാണ് അത്. വ്യക്തിപരമായ കർമ്മമായി തീരാവുന്ന കൂട്ടായ ബോധമാണ് അടുത്തത്. ഒരാൾ വിവേചനമില്ലാതെ വളരെ പേരുടെ ജീവനെ നശിപ്പിക്കുമ്പോൾ അയാളുടെ മനസാക്ഷി ബാധിക്കപ്പെട്ടില്ലെങ്കിൽ പോലും ഇരകളുടെ കൂട്ടായ പ്രാണവേദന അയാളുടെ കർമ്മമായി തീരും. അത് അയാളുടെ ഭാവി ജന്മങ്ങളെ ബാധിക്കും. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കർമ്മത്തിൽ നിന്നുണ്ടായ വാസനകളെ തൃപ്തിപ്പെടുത്തുന്നതിലൂടെയും അവയെ ചിട്ടയോടെ ഉപയോഗിച്ച് തീർക്കുന്നതിലൂടെയും മാത്രമേ കർമ്മത്തെ ഫലപ്രദമായി ഉന്മൂലനം ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അത് എന്നേക്കുമായി ഇല്ലാതാകും. അമർത്തിവെക്കൽ ഒരിക്കലും സഹായകമാവുകയില്ല. അമർത്തിവെക്കുന്നതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും ഉയർന്നു വരും. ധ്യാനങ്ങൾ കൊണ്ട് മനസ്സ് വർത്തമാനത്തിൽ പുതിയതായി കർമ്മങ്ങൾ ഉണ്ടാകുന്നത് ഗണ്യമായി കുറയുന്നു. ചോദ്യം: ധ്യാന സമയത്ത് ശോഭയുള്ള സ്വർണ്ണ നിറത്തിലുള്ളതും വെളുത്തതുമായ വെളിച്ചം ഞാൻ കണ്ടിട്ടുണ്ട്. അത് പൊടുന്നനെ ഒരു മിന്നൽ പിണർ പോലെ വന്ന് എന്നിൽ നിറഞ്ഞു. എനിക്ക് പരമാനന്ദം നൽകി അപ്രത്യക്ഷമായി. ഇതെന്താണ്? ഈ വക അനുഭവങ്ങൾക്കപ്പുറത്തേക്ക് പോകേണ്ടതുണ്ട് എന്നെനിക്കറിയാം. എങ്കിലും അറിയാൻ ഒരാഗ്രഹം. ഉത്തരം: അവ നിങ്ങളുടെ ശരീര സംവിധാനവുമായി ലയിക്കുന്ന പല വിധത്തിലുള്ള ഊർജ്ജ വസ്തുക്കളാണ്. നിറങ്ങൾ നിങ്ങളുടെ ഉയർച്ചയുടെ ചില തലങ്ങളെയും സൂചിപ്പിക്കുന്നു. അപഗ്രഥനം ചെയ്യാനുള്ള ആവശ്യകതയെ ഉപേക്ഷിക്കണം എന്നത് ശരിയാണ്. എന്നിരിക്കലും ബോധവാനാകുന്നത് സഹായകമാണ്. പ്രത്യേകിച്ച് മഹാഗുരുക്കന്മാരുടെ സാന്നിധ്യത്തിൽ ഓരോരുത്തർക്കും അവരവർക്ക് വേണ്ടത് ലഭിക്കുന്നു. പോരായ്മകൾ ഇല്ലാതാകുന്നു. ഇത് സാധാരണയായി നിറമുള്ള ഊർജ്ജ രൂപങ്ങളായാണ് അനുഭവപ്പെടുക. അവയെ കൃതജ്ഞതയോടെ സ്വീകരിക്കുക, പ്രവർത്തിക്കാൻ അനുവദിക്കുക. ജയ് മോഹൻജി. താങ്ക് യു.